Hi friends, Techz Irumpayaminte പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു CRT TV ആണ്. ഇതൊരു ചൈന കിറ്റ് കയറ്റിയ ഒരു TV ആണ്. പക്ഷേ ഇതിന്റെ SMPS ഓൺ ആവുന്നുണ്ട്. എന്നാൽ ഇതിന്റെ EHD ബൂസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ സ്ക്രീനും ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു ടിവിയുടെ കംപ്ലൈന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് മുൻപൊരിക്കൽ ഞാൻ തന്നെയാണ് ഈ ഒരു കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനതപ്പോൾ ബോർഡ് അനങ്ങാത്ത രീതിയിൽ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് വിടിയിപ്പിച്ചെടുക്കുകയാണ്. വിടിയിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ വയറുകളൊക്കെ ഒന്ന് വിടിയിപ്പിക്കാം. ഈ വയറുകളൊക്കെ വിടിയിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ബോർഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വയറുകളെല്ലാം വിടിയിപ്പിക്കുന്നില്ല, പവർ സപ്ലൈ കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഈ സ്ക്രൂ എല്ലാം ഊരിയെടുക്കുന്നു. സ്ക്രൂ ഊരിയെടുത്ത് നമുക്ക് ബോർഡൊന്ന് മറച്ച് വെച്ച് തിരിച്ച് വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് വോൾട്ടേജുകളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് ബോർഡ് തിരിച്ച് വെച്ചതിന് ശേഷം പവർ ഓൺ ചെയ്യുകയാണ്. അതിനുശേഷം ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ 110 വോൾട്ട് ആണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ SMPS ഓൺ ആവുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ EHDയുമായി ബന്ധപ്പെട്ട വോൾട്ടേജ് ആണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. LOTയിലേക്ക് പോകുന്ന 110 വോൾട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ 40 വോൾട്ടാണ് കാണിക്കുന്നത്. 110 വോൾട്ട് വരേണ്ട സ്ഥാനത്ത് 40 വോൾട്ടാണ് കാണിക്കുന്നുള്ളൂ. 110 വോൾട്ട് ലഭിക്കേണ്ട സ്ഥാനത്ത് ഇതുപോലെ 40 വോൾട്ട് ഒക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ SMPSന്റെ ട്രാൻസ്ഫോർമർ ഒന്ന് ചെക്ക് ചെയ്യണം. ഈ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ വരുന്നതെന്ന് അറിയാൻ വേണ്ടി. അതിന് ഞാൻ ഈ ഒരു LOTയിലേക്ക് നമ്മൾ ട്രാക്ക് ചെയ്താൽ ഒരു ഫ്യൂസബിൾ റെസിസ്റ്റർ ഉണ്ടാവും. ആ ഒരു റെസിസ്റ്റർ വഴിയാണ് LOTയുടെ പ്രൈമറിയിലേക്ക് ഈ ഒരു 110 വോൾട്ട് കൊടുത്തിട്ടുണ്ടാവുക. ആ ഒരു റെസിസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്യണം. കാരണം ആ ഒരു റെസിസ്റ്റർ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമ്മുടെ ട്രാൻസ്ഫോർമറിൻ്റെ പ്രശ്നമാണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു റെസിസ്റ്ററാണ് ഞാനിപ്പോൾ ഇവിടെ ഡീസോൾഡർ ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഒന്ന് വിടിയിപ്പിച്ച് ആ ബോർഡിൽ നിന്ന് സപ്ലൈയിൽ നിന്നും വിടിയിപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്നുകൂടി ഒന്ന് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ 110 വോൾട്ട് ഓക്കെ ആണ് എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണോ എന്ന് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 110 വോൾട്ടേജ് ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ SMPSന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കാണിക്കില്ലല്ലോ. ബാക്കിയുള്ള വോൾട്ടേജുകൾ കൂടി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 20 വോൾട്ട്, 10 വോൾട്ട്, 8 വോൾട്ട് ലഭിക്കുന്നുണ്ട്, 12 വോൾട്ട് അതും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലിട്ടുകൊണ്ട് നമ്മളുടെ ഒരു 110 വോൾട്ടിൻ്റെ ഒന്ന് ട്രാക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 110 വോൾട്ട് പോകുന്ന ഒരു പാത്ത്. അപ്പോൾ അത് ഈ ഒരു 110 വോൾട്ട് വന്ന് നമ്മളൊരു ആദ്യം റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്യൂസബിൾ റെസിസ്റ്റർ ഉണ്ട്. ആ റെസിസ്റ്റർ വഴി നമ്മുടെ LOTയുടെ പ്രൈമറി വൈൻഡിങ്ങിലാണ് എത്തുക. പ്രൈമറി വൈൻഡിങ്ങിൻ്റെ രണ്ടാമത്തെ വൈൻഡിങ്ങിൽ വഴി അത് എച്ച് ഔട്ട് ട്രാൻസിസ്റ്ററിൻ്റെ, ഇതാണ് രണ്ടാമത്തെ വൈൻഡിങ് എന്ന് പറയുന്നത്, എച്ച് ഔട്ട് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലാണ് അത് എത്തുന്നത്. ഇവിടെ വരെ നമുക്ക് 110 വോൾട്ടേജ് ലഭിക്കേണ്ടതാണ്. നമ്മൾ കണ്ടിന്യൂറ്റി മോഡിലിട്ടുകൊണ്ട് ഈ ഒരു എച്ച് ഔട്ട് ട്രാൻസിസ്റ്റർ ഇതുപോലെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ചിലപ്പോൾ അത് ഷോർട്ട് കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ബസർ അടിക്കുന്ന ലൈറ്റ് തെളിയുന്നുണ്ട് നമ്മുടെ മൾട്ടിമീറ്ററിൽ. അപ്പോൾ ഇതുപോലെ ഷോർട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആ എച്ച് ഔട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ലെഗുകളൊന്ന് ഡീസോൾഡർ ചെയ്യുക. ബോർഡിൽ നിന്ന് വിടിയിപ്പിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ സമയത്തും ഷോർട്ട് കാണിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ എച്ച് ഔട്ട് ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എച്ച് ഔട്ട് ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവിടെ എച്ച് ഔട്ട് ട്രാൻസിസ്റ്റർ പോയിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത്, അല്ലാതെ അതിൽ ഷോർട്ടായിട്ട് കാണിക്കുന്നില്ല. അത് ഇതുപോലെ ബോർഡിൽ നിന്ന് വിടിയിപ്പിച്ചെടുത്തതിന് ശേഷം ചെക്ക് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ബോർഡിൽ കണക്ട് ചെയ്താൽ ചിലപ്പോൾ ഇത് ഷോർട്ട് കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ എച്ച് ഔട്ട് ട്രാൻസിസ്റ്ററിന് പ്രോബ്ലം ഒന്നുമില്ല എന്ന് മനസ്സിലായി. ഇനി ഞാനിതിൻ്റെ ഡിഫ്ലക്ഷൻ കോയിലൊന്ന് റിമൂവ് ചെയ്യുകയാണ്. ഡിഫ്ലക്ഷൻ കോയിൽ ഷോർട്ടാണെങ്കിലും ഇതേ പ്രശ്നം തന്നെ വരും. അതുകൊണ്ട് ഡിഫ്ലക്ഷൻ കോയിൽ വിടിയിപ്പിച്ചിട്ടുകൊണ്ട് നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ബോർഡ് തിരിച്ചു വെച്ചിട്ട് നമ്മൾ ആദ്യം ഡീസോൾഡർ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ എച്ച് ഔട്ട് ട്രാൻസിസ്റ്റർ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്തെടുക്കുകയാണ്. നല്ല പ്രോപ്പറായിട്ട് തന്നെ സോൾഡർ ചെയ്യണം. അതിനുശേഷം നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഞാൻ നെഗറ്റീവ് പ്രോബ് ഇതിൻ്റെ ഗ്രൗണ്ടിൽ കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് DC മോഡിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം 40 വോൾട്ട് ഇല്ല, 40 വോൾട്ടിൽ താഴെ തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഇനി വരുന്ന ഏക കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ LOT പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ LOTയുടെ സമീപത്തായിട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു
റെസിസ്റ്റർ ഇതുപോലെ ബേൺ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു റെസിസ്റ്റർ നമ്മുടെ പിക്ചർ ട്യൂബിൻ്റെ ഹീറ്ററിലേക്ക് പോകുന്ന പവർ സപ്ലൈ ആണ്. ഈ ഒരു സപ്ലൈയും പോകുന്നത് LOTയുടെ സെക്കൻഡറിയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ LOT പോയ സമയത്ത് ബേൺ ആയിട്ടുള്ളതായിരിക്കാം ഈ ഒരു റെസിസ്റ്റർ. കൂടാതെ ഞാൻ ഈ ഒരു LOT കൂടി ഒന്ന് റീപ്ലേസ് ചെയ്യുകയാണ്. നല്ല രീതിയിൽ തന്നെ ഫ്ലെക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ ഡീസോൾഡർ വയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഡീസോൾഡർ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അത് തന്നെയാണ്, ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതാണ് ചിലവ് കുറഞ്ഞായിട്ടുള്ളൊരു ഡീസോൾഡർ ചെയ്യുന്നുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഞാനത് നമ്മുടെ LOT ഡീസോൾഡർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഊരിയെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പിടിച്ച് അനക്കി ഇളക്കി ഒന്ന് ഊരാൻ ശ്രമിക്കരുത്. ഇതിൽ ലോക്കുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം. ഈ ലോക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് ഊരിയെടുക്കാവുന്നതാണ്. ഊരിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിത് LOT വാങ്ങുമ്പോൾ സെയിം നമ്പറിലുള്ള LOT തന്നെ വാങ്ങണം. എൻ്റെ കയ്യിൽ ഈ ഒരു LOT സ്പെയർ ഉണ്ട്. അപ്പോൾ ഇത് ചൈനാക്കിറ്റിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു LOT ആണ്. BSC 25 എന്ന് പറയുന്ന നമ്പറിലുള്ള 1010T വരുന്ന ഒരു LOT. അപ്പോൾ ഈ ഒരു LOT നിങ്ങൾ വാങ്ങുമ്പോൾ ഒന്നുകിൽ സ്പെയർ കൊണ്ടുപോവുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ലേബൽ വരുന്ന രീതിയിൽ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി തന്നെ LOT വാങ്ങണം. അത് ഞാൻ ഈ ഒരു റെസിസ്റ്റർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ബേൺ ആയി പോയിട്ടുണ്ടായിരുന്ന ഒരു റെസിസ്റ്ററാണിത്. ഈ ഒരു റെസിസ്റ്റർ നമ്മുടെ പിക്ചർ ട്യൂബിൻ്റെ ഹീറ്റർ വർക്ക് ചെയ്യുന്നതിനുള്ള സപ്ലൈ നൽകുന്ന ഒരു റെസിസ്റ്ററാണിത്. അത് LOT നിന്നാണ് അതിൻ്റെ പവർ സപ്ലൈ പോകുന്നത്. അപ്പോൾ LOT ഇതുപോലെ കൃത്യമായിട്ട് ഹോളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് അത് പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെഗുകൾ തമ്മിൽ ഷോർട്ട് ആവുന്നില്ല എന്നും ഉറപ്പ് വരുത്തണം. കൂടാതെ സോൾഡറിങ് നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്തിട്ടുണ്ടെന്നും ഡ്രൈ സോൾഡറിങ് ഒന്നും വരാത്ത രീതിയിൽ സോൾഡർ ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഇതിൽ കാർബൺ ഡസ്റ്റ് അടിയാൻ സാധ്യതയുണ്ട്, കാരണം ഇതിൽ ഫ്ലെക്സ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെക്സ് ഒരു പശ പോലെ അവിടെ ഇരിക്കുമ്പോൾ പൊടി അതിൽ പറ്റി പിടിക്കും. അപ്പോൾ അങ്ങനെ ഷോർട്ട് ആകാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും ബോർഡ് ക്ലീൻ ചെയ്യണം. ഞാൻ തിന്നറാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോക്കസിങ്ങിൻ്റെ വയറാണിത്. ഇത് നമ്മുടെ ബേസ് ബോർഡിലെ ബേസ് സോക്കറ്റിലേക്കാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഇതുപോലുള്ള ബേസ് സോക്കറ്റുകളിൽ നമുക്കിത് അതിൻ്റെ ഒരു സൈഡിൽ തുറന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോക്കസിങ്ങിൻ്റെ വയർ സോൾഡർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ സോൾഡർ ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് ഗ്രൗണ്ട് കണക്ഷൻ, LOT നിന്ന് വരുന്ന ഗ്രൗണ്ട് കണക്ഷനാണ്. ഇത് നമ്മൾ GND എന്ന് എഴുതിയിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ബേസ് ബോർഡിൽ തന്നെ. അതിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബേസ് ബോർഡ് നമ്മുടെ പിക്ചർ ട്യൂബിൻ്റെ നെക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് EHT ക്യാപ്പ് ഇട്ട് കൊടുക്കാം. EHT ക്യാപ്പ് ഇടുമ്പോൾ EHT ക്യാപ്പ് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഊരിയെടുക്കുന്നതെന്നും ഇടുന്നുവെന്നൊക്കെ ഞാൻ ഒരു ന്യൂ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പിക്ചർ ട്യൂബ് എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് അത് ഡിസ്ചാർജ് ചെയ്യുന്നതെന്നും അതിന് ശേഷമേ നമ്മളതിൽ സ്പർശിക്കാനൊക്കെ പാടുള്ളൂ, അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. ഇനി നമുക്ക് നമ്മുടെ ബോർഡ് ടെസ്റ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ ഗ്രൗണ്ട് കണക്ഷനാണ് ആദ്യം കൊടുക്കേണ്ടത്. ഈ ഗ്രൗണ്ട് എപ്പോഴും കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ബോർഡ് നമ്മൾ പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് ബോർഡൊക്കെ തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഡിഗാസിംഗ് കോയിലിൻ്റെ വയറാണ് ഈ കണക്ട് ചെയ്യുന്നത്. ഡിഗാസിംഗ് കോയിൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചുരുക്കി എന്ന് പറയാം. ഡിഗാസിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിക്ചർ ട്യൂബിൽ എന്തെങ്കിലും മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ടായി ഏതെങ്കിലും കളർ പാച്ചുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കോയിലാണിത്. ഏതാനും സെക്കൻഡുകൾ വർക്ക് ചെയ്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുകയും ആ ഒരു കളർ കറക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു കോയിലാണ് ഡിഗാസിംഗ് കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വയറുകളെല്ലാം കണക്ട് ചെയ്തു. ഇനി നമുക്കിത് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യുകയാണ്. അത് ഞാനൊരു 100 വാട്ട് ബൾബ് സീരീസ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സപ്ലൈ കൊടുക്കുന്നത്. കാരണം നമ്മളിത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 100 വാട്ട് അല്ലെങ്കിൽ 60 വാട്ട് ബൾബ് സീരീസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ചെറിയ രീതിയിൽ നമ്മുടെ പിക്ചർ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. പക്ഷേ അത് ഡിസ്പ്ലേ ഫുള്ളായിട്ട് നമ്മുടെ സ്ക്രീൻ ഫുള്ളായിട്ട് വരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ആവശ്യത്തിനുള്ള വോൾട്ടേജ് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് വരാത്തത്. പക്ഷേ നമ്മുടെ പ്രശ്നമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് പവർ സപ്ലൈയിലോട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുകയാണ്. ബൾബ് സീരീസ് ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുകയാണ്. എപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, ഫുള്ളായിട്ട് നമ്മുടെ സ്ക്രീൻ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടിവിയുടെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ LOT പോയതായിരുന്നു. അപ്പോൾ ആ LOT പോയത് നമ്മൾ ആ ഒരു ഫാൾട്ട് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തതെന്ന്
നിങ്ങൾക്കൊരു വീഡിയോ കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ LOT പ്രോബ്ലം അല്ലാതെ ഇനി VHT ബൂസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട്. അതുപോലുള്ള ബോർഡുകൾ ഇനിയും എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായും അതുപോലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.